വയനാട്ടിൽ പുൽപ്പള്ളി ജംഗ്ഷനിൽ പ്രതിഷേധക്കാർ വലിയ തോതിൽ തടിച്ചുകൂടിയ സാഹചര്യമായിരുന്നു. അവിടെ നിന്ന് അവർ മാറുന്നതായാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. പോളിന്റെ മൃതദേഹം പാക്കത്തെ വീട്ടിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. സംസ്കാര ചടങ്ങുകൾ ഉച്ചയ്ക്ക് ശേഷം എന്നതായിരുന്നു തീരുമാനിച്ചിരുന്നത്. ഇപ്പോഴും പുൽപ്പള്ളി ബസ് സ്റ്റാൻഡിലെ പ്രതിഷേധ വേദിയിലായിരുന്നു പോളിന്റെ മൃതദേഹം ഉണ്ടായിരുന്നത്. അനൂപ് ഇപ്പോൾ ചേരുന്നുണ്ട്. അനൂപ്, എന്താണ് ഇപ്പോൾ പുൽപ്പള്ളിയിലെ സാഹചര്യം? കളക്ടറുടെ നിർദ്ദേശപ്രകാരം ADM എത്തി പുൽപ്പള്ളി പഞ്ചായത്ത് ഓഫീസിൽ വെച്ച് MLA മാരും ജനപ്രതിനിധികളുമായി ചർച്ച നടത്തുകയായിരുന്നു. ആ ചർച്ചയിൽ ഇപ്പോൾ ഒരു തീരുമാനമുണ്ടായിരിക്കുന്നു. നാട്ടുകാർ പോളിന്റെ കുടുംബം ആവശ്യപ്പെട്ട കാര്യങ്ങളിൽ തീരുമാനമുണ്ടായിരിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഭാര്യയ്ക്ക് സ്ഥിര ജോലി, മകളുടെ വിദ്യാഭ്യാസം, +2 ശേഷം ഉന്നത വിദ്യാഭ്യാസം നൽകുന്നത് സർക്കാർ ഏറ്റെടുക്കും, അതിൽ തീരുമാനമായി. അതോടൊപ്പം 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം, അതിൽ 10 ലക്ഷം അടിയന്തരമായി നൽകും. മറ്റത് ക്യാബിനറ്റോട് ജില്ലാ ഭരണകൂടം 40 ലക്ഷം രൂപ കൂടി അനുവദിക്കാൻ ശുപാർശ ചെയ്യും. അതോടൊപ്പം കടബാധ്യതകൾ എഴുതിത്തള്ളാനുള്ള തീരുമാനം ഉൾപ്പെടെ സ്വീകരിക്കും. ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ പോളിനെ ആക്രമിച്ചു കൊന്ന ആനയെ ഐഡന്റിഫൈ ചെയ്ത് മയക്കുവെടി വെക്കാനുള്ള തീരുമാനം സംബന്ധിച്ചുള്ള നടപടികളുണ്ടാവും. അത് ചീഫ് CCF ഉൾപ്പെടെ പങ്കെടുത്ത യോഗത്തിൽ തീരുമാനമായി. അത് ഐഡന്റിഫൈ ചെയ്യാനുള്ള നടപടികൾ ഉടൻ തന്നെ ആരംഭിക്കും. ഇതാണ് പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ. ഏതായാലും വലിയ സംഘർഷാവസ്ഥ നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിലേക്ക് ഈ തീരുമാനങ്ങൾ അറിയിക്കാനുള്ളൊരു നടപടികളാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം സ്വീകരിക്കുന്നത്. ജനപ്രതിനിധികൾ ഉൾപ്പെടെ ഇപ്പോൾ പുൽപ്പള്ളിയിലെത്തി ഈ തീരുമാനങ്ങൾ ജനങ്ങളോട് വിശദീകരിക്കും. ആ നിലയ്ക്ക് പ്രതിഷേധങ്ങൾ അവസാനിപ്പിച്ചേക്കാനാണ് സാധ്യത. എന്നാൽ ശക്തമായൊരു പ്രതിഷേധം ഇവിടെ തുടരുകയാണ്. മണിക്കൂറുകൾ തടഞ്ഞുവെച്ച വനവകുപ്പ് ഉദ്യോഗസ്ഥരും അതോടൊപ്പം ജീപ്പും എല്ലാം ഇവിടെയുണ്ട്. അതോടൊപ്പം പോലീസുകാരെയും തടഞ്ഞു വെച്ചിരിക്കുന്നു. വലിയൊരു സംഘർഷത്തിലേക്ക് നീങ്ങിയൊരു സാഹചര്യം ഏതായാലും ഇപ്പോഴില്ല. ജനങ്ങൾ പ്രതിഷേധം തുടരുകയാണ്. പോളിന്റെ മൃതദേഹം ഇവിടെ തന്നെ. ശരി അനൂപ്, വ്യക്തമാണ്. അനൂപ് ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളിലേക്ക് നമ്മൾ ഒരിക്കൽ കൂടി കടക്കുകയാണ്. അതായത് സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം അവിടെ നടന്നിട്ടുള്ള ചർച്ചയിൽ ഈ പ്രതിഷേധക്കാർ പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ആവശ്യപ്പെട്ടിട്ടുള്ള തീരുമാനങ്ങളെല്ലാം അംഗീകരിച്ചിരിക്കുന്നു. പോളിന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരം 50 ലക്ഷം രൂപ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിൽ 10 ലക്ഷം രൂപ അടിയന്തര നഷ്ടപരിഹാരം കൈമാറാനും പിന്നീടുള്ളത് ക്യാബിനറ്റ് ചേർന്നുള്ള തീരുമാനത്തിലേക്കും നഷ്ടപരിഹാര തുകയുടെ കാര്യത്തിൽ ഇപ്പോൾ ആയിട്ടുണ്ട്. ഭാര്യയ്ക്ക് സ്ഥിരം ജോലി, മകളുടെ +2 ശേഷമുള്ള ഉന്നത വിദ്യാഭ്യാസം അടക്കമുള്ള കാര്യങ്ങൾ സർക്കാർ ഏറ്റെടുക്കണമെന്നതായിരുന്നു മറ്റൊരാവശ്യം. അതിലും തീരുമാനമായിരിക്കുന്നു. ഈ തീരുമാനങ്ങളെല്ലാം ഇപ്പോൾ അവിടെ കൂടിയിരിക്കുന്ന ജനക്കൂട്ടത്തെ, പ്രതിഷേധക്കാരെ അറിയിക്കുക എന്നതാണ് ചർച്ചയ്ക്ക് ശേഷമുള്ള അടുത്ത നടപടിക്രമം. അതിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്. തീർച്ചയായും ആ രീതിയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യം നാട്ടുകാർ കുടുംബം ഉന്നയിച്ചത് ഈ 50 ലക്ഷം രൂപയെങ്കിലും മതിയായിട്ടുള്ള ഒരു നഷ്ടപരിഹാരം കുടുംബത്തിന് അനുവദിക്കുക എന്നുള്ളതാണ്. അതിൽ 10 ലക്ഷം രൂപ ഉടൻ തന്നെ നൽകാൻ, അതായത് പയ്യമ്പള്ളിയിൽ പടമല അജി കൊല്ലപ്പെട്ടതിന് ശേഷം, ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതിന് ശേഷം സ്വീകരിച്ച നടപടികൾ പോലെ തന്നെ ത്വരിതഗതിയിലുള്ള ഒരു നടപടി സ്വീകരിക്കാനാണ് ഇപ്പോൾ ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം നടന്നിട്ടുള്ള, സർക്കാർ തലത്തിൽ നടന്നിട്ടുള്ള നിർദ്ദേശപ്രകാരം നടന്നിട്ടുള്ള പുൽപ്പള്ളി നടന്നിട്ടുള്ള യോഗത്തിൽ തീരുമാനമായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 10 ലക്ഷം ഉടൻ നൽകും. ബാക്കി 40 ലക്ഷം രൂപ മറ്റ് സാങ്കേതിക നടപടി ക്രമങ്ങൾക്ക് വിധേയമായി സംസ്ഥാന സർക്കാർ നൽകും, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട തീരുമാനമെടുക്കും. അതിന് ഉചിതമായിട്ടുള്ള നിർദ്ദേശം, ശുപാർശ ജില്ലാ ഭരണകൂടം സർക്കാരിലേക്ക് സമർപ്പിക്കുകയും ചെയ്യും, മന്ത്രിസഭയ്ക്ക് മുമ്പാകെ സമർപ്പിക്കുകയും ചെയ്യും. അതാണ് പ്രധാനപ്പെട്ട തീരുമാനം. രണ്ടാമത് ഈ കുട്ടിയുടെ പോളിന്റെ ഏക മകളുണ്ട്, 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. സോന എന്നാണ് പേര്. സോനയുടെ വിദ്യാഭ്യാസം, ഉന്നത വിദ്യാഭ്യാസം, +2 ശേഷമുള്ള ഉന്നത വിദ്യാഭ്യാസം സർക്കാർ ഏറ്റെടുക്കും. അതിനായിട്ടുള്ള നടപടികൾ സ്വീകരിക്കും. അതുമായി ബന്ധപ്പെട്ട നിർദ്ദേശം ജില്ലാ ഭരണകൂടം സമർപ്പിക്കുകയും തീരുമാനമെടുക്കുകയും ചെയ്യും. 10 ദിവസത്തിനകം വനംവകുപ്പ് പോളിന്റെ ഭാര്യയ്ക്ക് സ്ഥിര ജോലി നൽകുന്നതിനുള്ള തീരുമാനമെടുക്കും. ഇതാണ് പ്രധാനപ്പെട്ട തീരുമാനം. അത് 10 ദിവസത്തിനുണ്ടാകും. ഉടൻ തന്നെ സ്ഥിര ജോലി നൽകുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും. ഇതാണ് ചർച്ചയിൽ പൊതുവിൽ രൂപപ്പെട്ടത്. അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ടത് നേരത്തെ പറഞ്ഞതുപോലെ ഈ ആനയെ, പോളിന്റെ മരണത്തിന് കാരണമായിട്ടുള്ള ആനയെ ഐഡന്റിഫൈ ചെയ്തു. അതൊരു അക്രമകാരിയായിട്ടുള്ള ഒരു ആനയായി മാറിയ ഒരു സാഹചര്യത്തിൽ അതിനെ ഐഡന്റിഫൈ ചെയ്ത് മയക്കുവെടി വെച്ച് പിടികൂടും. ഇതാണ് ഒരു തീരുമാനം. ഏതായാലും ഈ നാട്ടുകാർ രാവിലെ മുതൽ ഉന്നയിച്ചു വന്ന ആവശ്യങ്ങളെല്ലാം തന്നെ ചർച്ചയിൽ പരിഹാരമായതായാണ് വിവരം. അതിന്റെ അടിസ്ഥാനത്തിൽ ജനപ്രതിനിധികളും മറ്റും ഇവിടേക്ക് എത്തി ഈ സമരക്കാർ ഈ കാര്യങ്ങൾ ബോധിപ്പിക്കും. അതിന്റെ അടിസ്ഥാനത്തിൽ സമരക്കാർ പ്രതിഷേധം അവസാനിപ്പിക്കും എന്നാണ് ഏതാണ്ട് ഒരു തീരുമാനം. എന്തായാലും
ഇതിനായുള്ള ഒരു തീരുമാനത്തിനെല്ലാം ഇതിനുള്ള പ്രതിഷേധിച്ചവർ കാത്തു നിൽക്കുകയാണ്. നമുക്കറിയാം, നേരത്തെ കേണിച്ചിറയിൽ ഒരു കടുവ ആക്രമണം ഉണ്ടായിരുന്നു. ആ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പശുവിന്റെ മൃതദേഹവുമായി ആ നാട്ടിലെ ജനങ്ങൾ ഇവിടേക്ക് എത്തുകയും വനംവകുപ്പ് തടഞ്ഞു വെച്ച വനംവകുപ്പ് വാഹനത്തിന് മുകളിൽ ഈ മൃതദേഹം വെച്ച് അതിനെ കെട്ടിയിട്ട് ഉൾപ്പെടെയുള്ള പ്രതിഷേധം വലിയ ഒരു അക്രമാസക്തമായ രീതിയിലേക്ക് ഒരു ഘട്ടത്തിൽ ആ പ്രതിഷേധം മാറുകയും എല്ലാം ചെയ്ത് നമ്മൾ കണ്ടതാണ്. ഏതായാലും അത്തരത്തിൽ വലിയ പ്രകോപനകരമായിട്ട് നിൽക്കുന്ന ഒരു ആൾക്കൂട്ടം അവിടെ പെട്ടെന്നുണ്ടാവുകയും അവർ വനം ഉദ്യോഗസ്ഥരെയും പോലീസ് ഉദ്യോഗസ്ഥരെയും ഒക്കെ കയ്യേറ്റം ചെയ്ത വിധത്തിലേക്ക് ആ പ്രതിഷേധം മാറുകയും എല്ലാം ചെയ്തതാണ്. ഏതായാലും ഇപ്പോഴും ഈ മൃതശരീരം ഇവിടെ വച്ചിരിക്കുന്നു എന്നുള്ളതാണ് കുടുംബത്തിന്റെ ആവശ്യം. അത് എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് മാറ്റി സംസ്ഥാന ചടങ്ങുകൾ ഉൾപ്പെടെ നടത്തേണ്ടതുണ്ട്. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ മൃതദേഹമാണ്. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ കാലതാമസം ഉണ്ടാവുന്നത് മറ്റ് വൈകാരിക ഒരു സാഹചര്യത്തിലേക്ക് മറ്റും നയിച്ചേക്കും. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ പ്രശ്നം പരിഹാരം നേരത്തെ തന്നെ ഉണ്ടാവണമെന്നാണ് കുടുംബവും ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ആവശ്യങ്ങൾ അല്ലെങ്കിൽ ഈ ആവശ്യങ്ങളിൽ മേലുണ്ടായിട്ടുള്ള ഈ സർവകക്ഷി ജില്ലാ കളക്ടർ വിളിച്ചു ചേർത്ത യോഗത്തിൽ ഉണ്ടായിട്ടുള്ള തീരുമാനപ്രകാരം ഈ പ്രതിഷേധങ്ങൾ അവസാനിക്കാനാണ് സാധ്യത. അങ്ങനെയെങ്കിൽ വൈകിട്ടോടുകൂടി സംസാര ചടങ്ങുകൾ നടക്കും. ഏതായാലും സംഘട്ടനത്തിന് കുറവുണ്ടെങ്കിലും ഈ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ പൊതുവിൽ ശക്തമായി നടക്കുകയാണ്. നമുക്കറിയാം, നേരത്തെ LDF-ഉം UDF-ഉം BJP-യും എല്ലാം പ്രഖ്യാപിച്ച ഹർത്താലും വയനാട്ടിൽ നടക്കുകയാണ്. ശക്തമായ പ്രതിഷേധ പ്രകടനങ്ങളും മറ്റും പലയിടങ്ങളിൽ നടക്കുന്നു. LDF-ന്റെ നേതൃത്വത്തിൽ കൽപ്പറ്റയിൽ നേരത്തെ വലിയ ഒരു ബഹുജന പ്രകടനവുമെല്ലാം ഈ ഹർത്താലിന്റെ ഭാഗമായി നടത്തിയിരുന്നു. പ്രധാനപ്പെട്ട ആവശ്യം വന്യമൃഗശല്യം രൂക്ഷമാവുകയും ആളുകൾ മരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം തുടർച്ചയാവുണ്ടാവുന്ന പശ്ചാത്തലത്തിൽ അതിന് ശാശ്വതമായിട്ടുള്ള പരിഹാരം ഉണ്ടാവണം എന്നുള്ളതാണ്. ഏതായാലും മന്ത്രിതല സംഘം ഉൾപ്പെടെ ഇവിടേക്ക് എത്തുകയും അടുത്ത ദിവസങ്ങളിൽ എത്തുകയും ഉന്നതതല യോഗം വിളിക്കുകയും റവന്യൂ മന്ത്രിയുടെയും വനവകുപ്പ് മന്ത്രിയുടെയും അതോടൊപ്പം തദ്ദേശ വകുപ്പ് മന്ത്രിയുടെയും എല്ലാം ഒരു സാന്നിധ്യം വയനാട്ടിൽ അടുത്ത ദിവസത്തിൽ ഉണ്ടാവുകയും ചെയ്യും. വിശദമായിട്ടൊരു പഠനവും അതുമായി ബന്ധപ്പെട്ട കാര്യക്ഷമമായ നടപടികളുമാണ് ഏതായാലും അതുമായി ബന്ധപ്പെട്ടെല്ലാം തുടർന്ന് ഉണ്ടാവുക. ഏതായാലും അത്തരം സർക്കാർ തല നടപടികളിൽ പ്രതീക്ഷ വയ്ക്കുകയാണ് ജനങ്ങൾ. ആ രീതിയിലുള്ള പരിഹാര മാർഗങ്ങൾ നടപ്പിലാവും എന്നൊരു പ്രതീക്ഷയും അവർക്കുണ്ട്. ഏതായാലും ഇപ്പോൾ ഇവിടെ രൂപപ്പെട്ടിട്ടുള്ള ഒരു പ്രതിഷേധം അത് വലിയ ഒരു സംഘർഷഭരിതമായിട്ടുള്ള സാഹചര്യത്തിലേക്ക് നീങ്ങിയെങ്കിലും ഇപ്പോൾ അതിനായുകൊണ്ട് ഏതായാലും അല്പസമയത്തിനകം MLA-മാരും റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരും ഈ സ്ഥലത്തേക്ക് എത്തി ജനങ്ങളെ ഇത് ബോധിപ്പിച്ച് മൃതദേഹം സംസ്കാര ചടങ്ങുകളിലേക്ക് ഉൾപ്പെടെ മാറ്റുന്നു. ഈ ചർച്ചയിൽ ആരൊക്കെ പങ്കെടുത്തിട്ടുണ്ട് അനൂപ്? ഇപ്പോൾ ഈ പ്രതിഷേധക്കാരുമായി സംസാരിക്കാൻ പോകുന്നവർ ആരൊക്കെയാണ്? ചർച്ചയിൽ പങ്കെടുത്തത് CCF ആണ്, നോർത്ത് വയനാട് DFO ആണ്. അതോടൊപ്പം ജനപ്രതിനിധികൾ, പുൽപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ്, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ, CPM-ന്റെയും കോൺഗ്രസിന്റെയും പ്രാദേശിക കക്ഷി നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. അതോടൊപ്പം ADM ജില്ലാ കളക്ടറെ പ്രതിനിധീകരിച്ച് ADM പങ്കെടുത്തു. MLA IQ ബാലകൃഷ്ണൻ പങ്കെടുത്തു. MLA T സിദ്ദീഖ് പങ്കെടുത്തു തുടങ്ങിയവരെല്ലാം ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. ദീർഘനേരം ഈ വിഷയങ്ങൾ യോഗം ചർച്ച ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു ജനങ്ങളുടെ ആവശ്യങ്ങളെ അനുഭാവപൂർണ്ണം സമീപിച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ ഈ കുടുംബത്തിന്റെ ആവശ്യങ്ങളെ അനുഭാവപൂർണ്ണം സമീപിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനങ്ങൾ ഈ യോഗത്തിൽ ഉണ്ടായിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ അത് ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ഇടപെടൽ കൂടി ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാവും.